ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 30. കാലദേശ രമ്യകണ്ഠ വിജയം. പ്രദ്യുമ്നൻ രമ്യകണ്ഠകത്തിലേക്ക് പോയി ദിഗ്വിജയത്തിനായി. അതിൻ്റെ അതിർത്തിയിലുള്ള നീലം എന്ന പർവ്വതത്തിൻ്റെ വടക്കുഭാഗത്താണ് കാലദേശം എന്ന നഗരി. കാലനേമി പുത്രനും ശ്രീരാമചന്ദ്രനുമായുള്ള യുദ്ധത്തിൽ നിന്ന് ഓടിയൊളിച്ചവനുമായ കളങ്കൻ എന്ന രാക്ഷസനായിരുന്നു അവിടുത്തെ രാജാവ്. അവൻ കഴുതപ്പുറത്ത് കയറി വന്ന് യദുവംശരുമായി ഏറ്റുമുട്ടി. ലക്ഷ്മണയുടെ പുത്രന്മാരായ പ്രകോശാദി യദുവീരന്മാർ മുന്നോട്ട് വന്ന് യുദ്ധം ആരംഭിച്ചു. രാക്ഷസ സൈന്യം പിൻവാങ്ങിയപ്പോൾ കളങ്കൻ യുദ്ധത്തിനിറങ്ങി യാദവ സൈന്യത്തെ ഉപദ്രവിച്ചു. പ്രദ്യുമ്നൻ കപീന്ദ്രാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ആ ബാണത്തിൽ നിന്നുളവായ ഹനുമാൻ കളങ്കനെ പിടിച്ച് ദൂരേക്കെറിഞ്ഞു. പിന്നീടുണ്ടായ യുദ്ധത്തിൽ അവൻ ഹനുമാനാൽ വധിക്കപ്പെട്ടു. അനന്തരം ഹനുമാൻ അവിടെ നിന്നും അന്തർധാനം ചെയ്തു. പിന്നീട് അവർ പോയത് മാനവീ നഗരത്തിലേക്കായിരുന്നു. അവിടെ കൽപ്പകവൃക്ഷങ്ങളും മറ്റനേകം വൃക്ഷങ്ങളും നിറഞ്ഞ ഉദ്യാനങ്ങളും സരസ്സുകളും ഉണ്ടായിരുന്നു. മത്സ്യരൂപിയായ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് തപസ്സിരിക്കുന്ന നൈശ്രേയസവനായിരുന്നു അത് മാനവീ നഗരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ക്ഷത്രിയന്മാരുടെയും പ്രപിതാമഹനാണ് വൈവസ്വതമനു എന്നറിഞ്ഞ് പ്രദ്യുമ്നൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ ദർശിച്ച് നമസ്കരിച്ചു. മനു തിരിച്ച് പ്രദ്യുമ്നനെയും നമസ്കരിച്ചു കൊണ്ട് പുകഴ്ത്തി. പ്രദ്യുമ്നൻ മനുവിനെ ബഹുമാനത്തോടെ വാഴ്ത്തി. അനന്തരം മനുവിൻ്റെ അനുവാദത്തോടെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി പ്രദ്യുമ്നൻ. ഹരേ കൃഷ്ണ.